സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ അധ്യായത്തില് മാർച്ച് 1 മുതൽ ഇരട്ട രാജയോഗം വരുന്ന 8 നാളുകാരെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഇരട്ട രാജയോഗം വരാൻ പോകുന്നത് എന്ന് നമുക്ക് ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. ഇവരുടെ 3-ാം പാദം വെച്ച് നോക്കുമ്പോൾ കാര്യതടസ്സമുണ്ടായ കാര്യങ്ങൾ വിജയത്തിലെത്തുന്നു. അതുപോലെ തന്നെ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. വീടുപണി പാതി വഴിയിലും മറ്റും നിന്നവർക്ക് അത് പൂർത്തിയാക്കാൻ സാധിക്കും. വീട്ടിലുണ്ടാകുന്ന ഗ്രഹദോഷങ്ങൾ നീങ്ങുന്നതിനാൽ സമാധാനം വന്നു ചേരും. ജോലിയില്ലാത്തവർക്ക് സ്ഥിരവരുമാനമുള്ള ജോലി നേടാൻ സാധിക്കും. അടുത്തത് പുണർദം നക്ഷത്രമാണ്. സർക്കാർ ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. അതുപോലെ തന്നെ വിദേശ ജോലി സാധ്യതയുണ്ട്. പുതിയ ബന്ധങ്ങൾ വന്നു ചേരാം. വ്യാഴദൃഷ്ടി വച്ചു നോക്കുമ്പോൾ സാമ്പത്തിക ശേഷി വർദ്ധിക്കുന്നു. ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കും. അതുപോലെ തന്നെ പഠന കാര്യങ്ങളിൽ ഉയർച്ചയുണ്ടാകും. ആരോഗ്യപരമായി നല്ലതാണ്. ശുഭഗ്രഹദൃഷ്ടി ഉള്ളതിനാൽ സർവകാര്യ വിജയം ഫലമാണ്. ഗ്രഹനിർമ്മാണം പൂർണ്ണമാക്കാം. അതുപോലെ തന്നെ പുതിയ വാഹന യോഗം വരുന്നു. അതുപോലെ തന്നെ ചിങ്ങത്തിന് മുമ്പായി വലിയ സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ തെളിയാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ് പുണർദം നക്ഷത്രം. അടുത്തത് അത്തം നക്ഷത്രമാണ്. അവർക്ക് സർക്കാർ ജോലിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടും. വിദേശ ജോലിക്ക് സാധ്യതയുണ്ട്. ജോലി നഷ്ടപ്പെട്ടവർക്ക് പുതിയ ജോലിക്ക് സാധ്യതയുണ്ട്. കിട്ടുന്ന അവസരം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ ഏറെ ഗുണം ലഭിക്കും. 6, 8, 12 ഭാവങ്ങളിൽ ദോഷമുള്ളതിനാൽ പണവും മറ്റു രേഖകളും കൈമാറുമ്പോഴും വിദേശത്തെങ്കിലും ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് ഭക്ഷണപാനീയങ്ങൾ കൈമാറുമ്പോൾ കുടുംബത്തിൽ മംഗളകർമ്മം നടക്കാൻ സാധ്യതയുണ്ട്. ആഗ്രഹിച്ച ദേവാലയ ദർശന ഭാഗ്യം ലഭിക്കും. അടുത്തത് ചോതി നക്ഷത്രമാണ്. വിദേശ യോഗവും ധനസാധ്യതയുമുണ്ട്. ശനിയുടെ നീചദൃഷ്ടി വരുന്നതിനാൽ സാമ്പത്തിക കാര്യത്തിൽ ശ്രദ്ധ വേണം. ചതി, വഞ്ചന, ശത്രുദോഷം എന്നിവ വരാൻ സാധ്യതയുള്ളതിനാൽ അല്പം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പല അംഗീകാരവും പാരിതോഷികങ്ങളും ലഭിക്കും. ബാങ്കിങ് രംഗത്ത് വരുമാന സ്രോതസ്സുകളൊക്കെ ഉണ്ടാവും. അടുത്തത് വിശാഖമാണ്. വിശാഖ നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായി പറയുന്നു ലോട്ടറി ഭാഗ്യമുണ്ട്. അതേസമയം വിദേശത്തു നിന്ന് ധനം വരുന്നതായും പറയുന്നു. 6-ാം ഭാവം വരുന്നത് രോഗാവസ്ഥയും അപകടാവസ്ഥയുമാണ്. ഇതിനാൽ ശ്രദ്ധ ഉണ്ടായിരിക്കണം. എങ്കിലും ശുഭഗ്രഹദൃഷ്ടി കൂടി ഉള്ളതിനാൽ ഇതിന്റെ ആക്കം കുറയും. ദേവാലയ ദർശന ഭാഗ്യമുണ്ടാകും. കടബാധ്യത നീക്കാൻ സാധിക്കും. വിവാഹ തടസ്സങ്ങളൊക്കെ മാറും. സമാധാനപരമായുള്ള കുടുംബാന്തരീക്ഷമൊക്കെ ലഭിക്കും. പുതിയ ജോലികളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. ഇവർക്ക് സാമ്പത്തിക നില മെച്ചപ്പെടും. അതേസമയം ചിലവ് കൂടും. അതുപോലെ തന്നെ യാത്രാവേളകളിൽ പണം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. നീചഗ്രഹ ദൃഷ്ടി ഉള്ളതിനാൽ അസമയത്തെ യാത്രകളൊക്കെ ഒഴിവാക്കണം. യന്ത്രമേഖലയിൽ പ്രവർത്തിക്കുന്നവരെങ്കിലും കൂടുതൽ ശ്രദ്ധ വേണം. ധനമിടപാടിൽ പ്രത്യേകമായ ശ്രദ്ധ ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. ഇവർക്ക് ജോലി ഭാഗ്യമുണ്ട്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. സാമ്പത്തിക ശേഷി വർദ്ധിക്കും. വിവാഹപരമായ കാര്യങ്ങൾ അനുകൂല സമയമാണ്. സാമ്പത്തിക നല്ല രീതിയിൽ വന്നു ചേരും. വിദേശ യാത്രയ്ക്കുള്ള അവസരമൊക്കെ ലഭിക്കും. ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ പരിഹാരങ്ങളൊക്കെ ഉണ്ടാവും. അടുത്തത് ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രക്കാർക്ക് കടബാധ്യതകളൊക്കെ ഒഴിഞ്ഞു പോകും. അത് ബന്ധുക്കൾ വഴിയോ സുഹൃത്തുക്കൾ വഴിയോ ആകാം. അവരിൽ നിന്നുള്ള സഹായം ലഭിക്കുന്ന വഴിയാകാം. അതുപോലെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന യോഗമുണ്ട്. സാമ്പത്തികമായും കർമ്മപരമായും ഉയർച്ച പ്രതീക്ഷിക്കാം. പുതിയ വാഹനം വാങ്ങാനോ പഴയത് അറ്റകുറ്റപ്പണി നടത്തി ഉപയോഗിക്കാനോ സാധ്യത കാണുന്നു. ആരോഗ്യപരമായി നല്ല സമയം കൂടിയാണ്. അപ്പോൾ മാർച്ച് 1 മുതൽ ഇരട്ട യോഗം തെളിയുന്ന നക്ഷത്രങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അവർക്ക് എല്ലാവിധത്തിലുള്ള സൗഭാഗ്യങ്ങളും പോകുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നത്. അടുത്ത ചിങ്ങം വരെ ഇരട്ട രാജയോഗം വരുന്ന 8 നാളുകാരെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.